നമസ്കാരം സർ. നമസ്കാരം. സർ, ഇന്ന് ഗോൾഡൻ ടെമ്പിളിന്റെ പ്രവേശന കവാടത്തിൽ പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയും SAD നേതാവുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ ഉണ്ടായ വധശ്രമം. അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അദ്ദേഹം മതപരമായ ശിക്ഷ ഏറ്റുവാങ്ങുകയായിരുന്നു. മതനിന്ദ ആരോപിച്ച് അകാൽ തഖ്ത് എന്ന മതക്കോടതിയാണ് ഈ ഗുരുദ്വാരകളുടെ ടോയ്ലറ്റ് ക്ലീനിങ്ങും ഒപ്പം തന്നെ ഈ കാവൽ നിൽക്കലും ഉൾപ്പെടെയുള്ള ശിക്ഷകൾ വിധിച്ചത്. മതപരമായ ശിക്ഷ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഹൈ പ്രൊഫൈൽ വ്യക്തിത്വമാണ്. ഈ വധശ്രമം നടത്തിയ ആളാകട്ടെ നാരായൺ സിംഗ്, പിടിയിലായ ആൾ ഒരു ഈ റാഡിക്കൽ സംഘടനകളുമായുള്ള ബന്ധം, മാത്രമല്ല സെൽഫ് സ്റ്റൈൽ മിലിഷ്യ സ്ഥാപിക്കാനുള്ള ശ്രമം തുടങ്ങി ഒരു നീണ്ട ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുമാണ്. അത്തരത്തിലുള്ള ക്രിമിനൽ എങ്ങനെ ഗോൾഡൻ ടെമ്പിൾ പോലുള്ള വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് കടന്നുകയറി ഇത്തരത്തിൽ വധശ്രമം നടത്തി എന്നുള്ളത് ഒരു സംശയമായി തുടരുന്നു. പഞ്ചാബ് സർക്കാർ ക്രമസമാധാനം പാലിക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇന്നത്തെ സംശയം. സാറിന് എന്താണ് തോന്നുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ബേസിക്കലി പഞ്ചാബ് ഗവൺമെൻറ് ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ആം ആദ്മി പാർട്ടി ഗവൺമെൻറ് വന്നപ്പോൾ തൊട്ട് തന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അവിടെ പഞ്ചാബിൽ. അത് ഡ്രഗ്സിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതലുള്ള പ്രോബ്ലം പഞ്ചാബിൽ വരുന്നത്. നമുക്കറിയാം ഖാലിസ്ഥാൻ്റെ സപ്പോർട്ട് വരുന്നത് ഒന്നിൽ കനഡയിൽ നിന്നാണ്, അല്ലെങ്കിൽ UK എന്നാണ്. ഈ രണ്ട് സ്ഥലത്തു നിന്നാണ് ഇവരുടെ മേജർ സപ്പോർട്ട് ബേസ് വരുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് കാശ് അവിടെ നിന്നാണ് വരുന്നത്. ഇപ്പോൾ പഞ്ചാബ് നമുക്കറിയാം കുറേ യങ്സ്റ്റേഴ്സ് പഞ്ചാബിൽ നിന്ന് കാനഡയിലേക്ക് എമിഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പെർമനൻറ്റ് റെസിഡൻസി കിട്ടാൻ വേണ്ടി കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. അവിടെ കുറേ പേര് ഇപ്പോഴല്ല, 80-ലും 90-ലൊക്കെ അവിടെ പോയി സെറ്റിൽ ചെയ്ത ആൾക്കാർ കുറേ പേരുണ്ട് പഞ്ചാബിൽ നിന്നുള്ളവർ. അപ്പോൾ അവർ ഈ ഖാലിസ്ഥാൻ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ കുറേ നേതാക്കന്മാർ കൂടി നടത്തി അവർ ഓരോ ഇത് നടത്തിയിട്ടാണ്, അങ്ങനെ കാശും ചിലവാക്കിയിട്ടാണ് ഒരു പഞ്ചാബിലൊരു എക്സ്ട്രീമിസം തുടങ്ങി വെച്ചത്. ഇപ്പോൾ അതിനേക്കാളും കൂടി ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഒരു പ്രോബ്ലം പഞ്ചാബിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളം രണ്ടാമതും പഞ്ചാബ് ഫസ്റ്റുമാണ് ഈ ഡ്രഗ്സിൻ്റെ ഒരു കൺസംഷനിൽ വരുന്നത്. സ്റ്റേറ്റ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ പഞ്ചാബിൽ ഡ്രഗ്സ് നിന്നാണ് കാശ് ഉണ്ടാക്കുന്നത്, കാശിൽ നിന്നാണ് ടെററിസം വരുന്നത്. തോക്ക് വാങ്ങാൻ പറ്റും, മിഷൻ. പക്ഷേ നമ്മളറിയാം പണ്ടൊരു ഇതുണ്ടായിരുന്ന സമയത്ത് അന്നത്തെ DGP ആയിരുന്ന, സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന DGP പോസ്റ്റ് ചെയ്തായിരുന്നു KPS സിംഗിൽ. അദ്ദേഹമാണ് ഈ ടെററിസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അടച്ച് തകർത്തത് അന്നത്തെ ഇതിൽ. പക്ഷെ അന്നത്തെ ഗവൺമെൻറ് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു, എന്നാലും ഒരു ഫ്രീ ഹാൻഡ് അവർ കൊടുത്തു KPS ക്ക്. വേറെ വഴി ഉണ്ടായിരുന്നില്ല അവർക്ക്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പഞ്ചാബ് കൈ വിട്ടു പോകും, വേറൊരു ജമ്മു കാശ്മീരായി മാറിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന്, പഞ്ചാബിലൊരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇല്ല. അവിടെ ഉള്ളത് എന്താണെന്ന്, ഒരു മുഖ്യമന്ത്രി ഉണ്ട്, അദ്ദേഹം വരുവാണോ പോവാണോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ആൾ. അദ്ദേഹം ഈ പറഞ്ഞ മാതിരി ഒരു ചെറിയ പേപ്പർ സൈൻ ചെയ്യണമെങ്കിലും കേജ്രിവാളിൻ്റെ പെർമിഷൻ വാങ്ങേണ്ട വരും. എല്ലാം ഫ്രീ ബി കൾച്ചറിൻ്റെ ഒരു നാടായി മാറി. ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഫ്രീ കൊടുത്ത് അവസാനം അവിടെ കാശില്ല, ശമ്പളം കൊടുക്കാൻ കാശില്ല, പെൻഷൻ കൊടുക്കാൻ കാശില്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ പഞ്ചാബിൽ ഈ എക്സ്ട്രീമിസം ഇന്നത്തെ ഇൻസിഡൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു അമച്വർ അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് പറയാൻ ഞാൻ. ഒരാൾ പ്ലെയിൻ ക്ലോത്ത്സിൽ വന്ന് തോക്ക് പോക്കറ്റിലെടുത്ത് ഒരു പിസ്റ്റൾ വന്നിട്ട് എടുത്ത് ചൂണ്ടി ഫയർ ചെയ്യാൻ നോക്കി. അതൊരു ഈ പറഞ്ഞ അടുത്തുള്ള ആൾക്കാർ തടഞ്ഞു. അതൊരു ലക്കി എസ്കേപ്പ് ആയിരുന്നു അദ്ദേഹത്തിന്, സുഖ്ബീർ സിംഗ് ബാദൽ. പക്ഷെ ഒരു Z+ പ്രൊട്ടക്ട് ചെയ്യുക ശരിയാണ്. അകാൽ തഖ്തിൻ്റെ ഒരു പണിഷ്മെൻറ്റ് കിട്ടി, അത് പുറത്തിരുന്ന് അദ്ദേഹം നിർവഹിക്കുകയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇതെന്തിനും നടന്നു, ഇതെന്തിനാണ്, എങ്ങനെയാണ് കാണിക്കുക. ഇപ്പോൾ ഇതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്, അമിത്ഷായും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പഞ്ചാബ് ഒരു അനാർക്കിയിലേക്ക് മാറിപ്പോവാണ്, പഞ്ചാബ് എന്താ പറയുക, ഒരു ടെററിസത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്നുള്ളൊരു സൂചന കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഇത് വരുന്നത്. ഡെഫിനറ്റായിട്ട് ഇവിടുന്ന് ഇനി മുമ്പിലേക്ക് പോകണമെങ്കിൽ ഒന്നിലോ കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് രണ്ട് വഴിയുണ്ട്. ഒന്നിലോ അവിടെ പ്രസിഡൻസ് റൂൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ രണ്ടാമത്തെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മേലെ പ്രഷർ ഇട്ടിട്ട് ആക്ഷൻ എടുക്കാൻ പറയും. ഇപ്പോൾ നമ്മുടെ അമർജിത് സിംഗിൻ്റെ കേസിൽ അറിയാം, ഈ പറഞ്ഞ മാതിരി വേറൊരു ഭിന്ദ്രൻവാല ഉണ്ടാക്കാൻ നോക്കിയിട്ടാണ് അവിടെ ഇദ്ദേഹത്തിന് അവസാനം അവിടുന്ന് മാറ്റി അസ്സാമിലേക്ക് കൊണ്ടുപോയിട്ടത്. പക്ഷേ ഈ പറഞ്ഞൊരു എലക്ഷൻ ജയിക്കാൻ പറ്റും പഞ്ചാബിൽ. ഈവൻ ഒരു ടെററിസ്റ്റിന് എലക്ഷൻ ജയിക്കാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പഞ്ചാബിൽ. ഈ ജമ്മു കാശ്മീർ മാതിരിയാണ്. പക്ഷെ നമ്മളത് ഈ ഒരു പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പഞ്ചാബിൽ ടെററിസത്തിനെ ഈ പറഞ്ഞ മാതിരി പണ്ട് ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഈ പറഞ്ഞ മാതിരി നമ്മുടെ KPS ഗില്ല് ചെയ്ത മാതിരി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അന്ന് ചെയ്തൊരു എക്സാമ്പിൾ എടുക്കണം. ഞാൻ പറഞ്ഞിട്ട് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കണം. ആദ്യത്തെ കാര്യം, പോലീസുകാർക്ക് ഫ്രീ ഹാൻഡ് കൊടുത്താലേ അവർക്ക് ജോലി എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് തോന്നിയ മാതിരി അവരെ ഓരോരോ റെസ്ട്രിക്ഷൻസിൽ വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർക്ക് ജോലി എടുക്കാൻ പറ്റില്ല. അതാണ് പഞ്ചാബിൽ ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്.
ജനങ്ങളോട് ശാന്തരായിരിക്കാൻ പോലീസ് തന്നെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇത് മറ്റൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമോ ഇന്നത്തെ ഈ സംഭവത്തെക്കുറിച്ച് സർ എങ്ങനെയാണ് ആ ഒരു വിഷയത്തിൽ വിലയിരുത്തുന്നത്? ഇല്ല, അത്ര ഒരു സിറ്റുവേഷനിലേക്ക് പോവില്ല. അതൊരു ലോക്കലൈസ്ഡ് ഇൻസിഡൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഒരു ടെറർ അറ്റാക്ക് ആണെങ്കിൽ അവരൊന്നിലോ ഗ്രനേഡ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു ലാർജർ അമ്യുനേഷൻ ഉപയോഗിക്കും. ഇതൊരു ചെറിയ പിസ്റ്റലായിരുന്നു. പക്ഷേ ഇതിൻ്റെ സൂചനയുണ്ട്, ഇതിലൊരു ഒരു ഇൻഡിക്കേഷനാണ് ദാറ്റ് ടെററിസം ഇസ് നോട്ട് ഡെഡ്. പഞ്ചാബിൽ ഇനിയും ടെററിസം ഉണ്ട്. വേണമെങ്കിൽ ഞങ്ങൾക്ക് അതിനെ ഈ പറഞ്ഞ മാതിരി ഒന്നുകൂടി ആളി കത്തിക്കാൻ നോക്കാം ഞങ്ങൾക്ക് എന്നുള്ളൊരു ട്രൈ അവർ നടത്തിയതാണ്. പക്ഷെ ഇതിലെന്ത് ഇവർ ട്രൈ ചെയ്യണം, ഇവർക്ക് കാനഡയിൽ നിന്ന് കാശ് കിട്ടണം. അവർക്ക് ഇത് കാണിച്ചിട്ട് വേണം അവിടെ നിന്ന് കാശ് വാങ്ങാൻ. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം. അപ്പോൾ ഈ ഇന്ത്യൻ ഗവൺമെൻറ് കുറേ കാലമായിട്ട് കനഡിയൻ ഗവൺമെൻറ്, ട്രൂഡു ഗവൺമെൻറ് അടുത്ത് പറയുന്നുണ്ട് അവിടെയുള്ള തീവ്രവാദികളൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് അയക്കണം എന്നൊക്കെ. പക്ഷെ അവർ ചെയ്യില്ല അത്. നമ്മളത് കനിഷ്കയുടെ ബോംബിങ് തൊട്ട് നമുക്കറിയാം. അന്നത്തെ ടെററിസ്റ്റിനെ ഈ ട്രൂഡോൻ്റെ അച്ഛൻ അന്ന് റിലീസ് ചെയ്യാണ്ട് വിട്ടത്. അന്ന് അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി. ഇപ്പോൾ അത് ഹിസ്റ്ററി ഈസ് റിപ്പീറ്റിംഗ് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ എവിടുന്ന് ഓരോ കുറ്റവാളികൾ അവിടെ പോയി കാനഡയിൽ പോയി ശരണം എടുക്കണം, അവിടെ പോയിട്ടുള്ള അവർ അസൈലം വാങ്ങണം, അവരെ തിരിച്ചു കൊണ്ടുവരും. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രസിഡന്റ് ട്രംപ് വരുമ്പോഴേക്കും ജാനുവരി 20 തൊട്ട് ഇതൊരു സിറ്റുവേഷൻ മാറാൻ പോകുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപ് ഓൾറെഡി ട്രൂഡോനെ വിളിച്ച് ഒരു ലഞ്ചെല്ലാം കൊടുത്ത ആളെ നല്ലൊരു വാർണിംഗ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. നീ ഇമിഗ്രേഷൻ ടാക്കിൽ ഞാൻ കാണിച്ചു തരാൻ തന്നെ തൊട്ടൊക്കെ. ഞാൻ ബസ്സുകൾ കണക്ക് ആൾക്കാരെ കൊണ്ട് കാനഡയിലേക്ക് വലിച്ചെറിയുന്ന പറയാണ്. ആദ്യൊരു സിറ്റുവേഷൻ വരുമ്പോൾ ട്രൂഡോനൊരു പേടിയുണ്ട് ഇപ്പോൾ. അതേമാതിരി തീവ്രവാദം, ബിക്കോസ് ട്രംപ് ആ കാര്യത്തിൽ വളരെ സീരിയസ് ആണ്. ടെററിസം, എസ്പെഷ്യലി ഇസ്ലാമിക് ടെററിസം, അതിൻ്റെ കൂടെ ഖാലിസ്ഥാനി ടെററിസം, അത് യു എസിലും ഉണ്ട്. ഇപ്പോൾ പന്നു ഇരിക്കുന്നത് യു എസിലാണ്. അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസും FBI കയ്യിൽ നിന്നാണ്. ആ സപ്പോർട്ടിന് പോവും. 20 ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ ഇവരൊക്കെ അവിടെ നാട് കിടക്കും. അവിടുന്ന് ഇവരെല്ലാം കാനഡയിലേക്ക് പോകും. പക്ഷേ കാനഡയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നുള്ള ക്വസ്റ്റ്യനാണ്. നാളെ കാനഡയുടെ മേലെ പ്രസിഡന്റ് ട്രംപ് പ്രഷർ കൊണ്ടു കഴിഞ്ഞാൽ ഇവരെങ്ങോട്ട് മുങ്ങും അവിടുന്ന്. ഇതിനൊരു ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ബിക്കോസ് ഇവിടുന്ന് ഇനി മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രസിഡന്റ് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് അവിടുന്ന് ഒരു ലിസ്റ്റ് കൊടുത്തയച്ച് US ടെററിസ്റ്റ് ഇങ്ങോട്ട് അയക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രസിഡന്റ് ട്രംപ് അതിന് അഗ്രി ചെയ്ത് അവരെ കയറ്റി അടുത്തുള്ള ഒരു പ്ലെയിനിൽ കയറ്റി ഇങ്ങോട്ട് വിടുകയായിരിക്കും അവരൊക്കെ. കൂടുതൽ കൗതുകകരമായ ഒരു കാര്യമാണ്. കാരണം ട്രംപ് പല നിലപാടുകളിലും കർക്കശമാകുന്നത് അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് വീണ്ടും എത്തിക്കുക എന്നുള്ള കാര്യത്തിലാണ്. പക്ഷേ മറ്റു വിഷയങ്ങൾ നോക്കിക്കാണുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ഖലിസ്ഥാൻ വാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈവൻ നമ്മുടെ പ്രതിപക്ഷ കക്ഷികളുടെ കാര്യം എടുത്താൽ പോലും നിലയ്ക്ക് നിർത്താൻ ഈ ട്രംപ് ഇവിടെ ഭരണമേൽക്കുന്നതോടെ സാധിക്കുമെന്നുള്ളൊരു നോക്കിക്കാണൽ വളരെ കൗതുകകരമാണ്. ആണ്, ബിക്കോസ് ഒരു കാര്യത്തിലുണ്ട്, മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അത് പ്രസിഡന്റ് ട്രംപ് ആയാലും പ്രൈം മിനിസ്റ്റർ മോദി ആയാലും ഇവരൊക്കെ ഒരു കാഴ്ചപ്പാടാണുള്ളത്. ദാറ്റ് ഈസ് ടെററിസം. അത് ഒരു എപ്പോഴും പറയില്ല വൺ മാൻസ് ടെററിസ്റ്റ്, അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ എന്ന് പറയും. ഇപ്പോൾ കശ്മീരിൽ അങ്ങനെ പറയാറില്ല. ഞങ്ങൾ ഫ്രീഡം ഫൈറ്റാണ് ചെയ്യുന്നത് നമ്മൾ. പക്ഷേ ഫ്രീഡം ഫൈറ്റ് അല്ലാതെ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കേരളം തന്നെ നല്ലൊരു എക്സാമ്പിളാണ്. കേരളത്തിൽ എങ്ങനെയാണ് PFIനെ ഇന്ത്യൻ ഗവൺമെൻറ് കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് എറാഡിക്കേറ്റ് ചെയ്തത്? അവർ ആദ്യം ഒരു ലീഡർമാരെ പൊക്കി, അത് കഴിഞ്ഞ് ഓരോരോ മാസം കൂടുമ്പോഴും അവിടെ റെയ്ഡ് നടത്തും. ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവരൊരു ഫണ്ടിങ് മെക്കാനിസം അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ അപ്പ് ചെയ്തു. അവിടുത്തെ NIA വന്നിട്ട് കേരള പോലീസിന് ചെയ്യാൻ പറ്റിയില്ല. കേരള പോലീസിന് അറിയാൻ വേണ്ടിയിട്ട്, പക്ഷെ അവർ മിണ്ടില്ല, അവർ തൊടില്ല അവരൊക്കെ. അങ്ങനെ NIA റെഗുലറായിട്ട് കേരളത്തിൻ്റെ അവിടെ PFIയുടെ മേലെ പ്രഷർ ഇട്ടു. പിന്നെ അവിടുന്ന് കർണാടകത്തിലേക്ക് മാറി, തമിഴ്നാട്ടിലേക്ക് മാറി. അപ്പോൾ എന്ത് പറ്റുന്നത്, കോൺസ്റ്റൻറ്റ് ഇവരെ മേലെ പ്രഷർ വന്നു തുടങ്ങി. എനിക്കവിടെ പഞ്ചാബിൽ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ചെയ്യുന്നുണ്ട്, അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്, ദാറ്റ് ഇസ് ആം ആദ്മി പാർട്ടി ഗവൺമെൻറ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അവരാണ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കയറഴിച്ചു വിട്ടേക്കാണ് ഈ ടെററിസ്റ്റിനൊക്കെ. തോന്നിയവർ എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്നുള്ളവർ. അവർക്ക് എന്താണ് ആ പേര് പറഞ്ഞ് അവർക്ക് പഞ്ചാബിൽ വോട്ട് വാങ്ങാൻ. നമ്മൾ കണ്ടതാണ് അടുത്ത ഇലക്ഷനിൽ ഒരു ടെററിസ്റ്റ് തന്നെ അവിടുന്ന് ഇലക്ഷൻ ജയിച്ചു. അതെങ്ങനെയാണ് ജയിക്കുന്നത്? അത് നമുക്ക് ക്ലിയർ ആയിട്ട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഒരു ടെററിസ്റ്റിന് ഇലക്ഷൻ ജയിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ ആ നാട്ടിലെ ആൾക്കാർ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. ടെററിസം ഇസ് ഓക്കെ. ഒരു ഈ പറഞ്ഞ മാതിരി 10 പേരെ കൊന്ന ആളായിരുന്നു, 100 പേരെ കൊന്ന ആൾ ഞങ്ങളുടെ ഹീറോ അയാളാണെന്ന് പറഞ്ഞിരിക്കും. ഇതാണ് അവരൊരു പണ്ടത്തെ ഒരു ഈ പറഞ്ഞ മാതിരി ഗില്ലിൻ്റെ സമയത്തുള്ള ഒരു കാഴ്ചപ്പാട് ഇതായിരുന്നു. ലോക്കൽ സപ്പോർട്ട്, നല്ല ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്ന് നമുക്കറിയാം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആവട്ടെ നടന്നപ്പോൾ തന്നെ അതിനുള്ള ഇന്ദിരാഗാന്ധിക്ക് അതിനുള്ള തിരിച്ചടി ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ ഇന്ദിരാഗാന്ധി ആ കാര്യത്തിൽ എന്താ പറയുക, ശരിക്കും സമ്മതിച്ചു കൊടുക്കണം. അവരൊരു ഡിസിഷൻ എടുത്ത് ജർണൽ സിംഗ് ഭിന്ദ്രൻവാലയെ പുറത്താക്കണം അക്കാലത്ത് ഗോൾഡൻ ടെമ്പിളിലുള്ള, അത് ഡിസൈഡ് ചെയ്തതാണ്. പക്ഷെ വേറൊരു കാര്യം, ഭിന്ദ്രൻവാലെ പൊക്കിക്കൊണ്ടുവന്ന് ഭിന്ദ്രൻവാല ഡെവലപ്പ് ചെയ്ത് മൊത്തം ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതെല്ലാവർക്കും അറിയാതെ അന്ന് ഈ ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാതിരി ഭിന്ദ്രൻവാലെ
ഒരു ഫിഗറിനെ തന്നെ ഇന്ദിരാഗാന്ധിയാണ് ആദ്യം കൊണ്ടുവന്ന് മുമ്പിലിരുത്തി കാശും കൊടുത്ത് ക്യാമ്പയിൻ നടത്തി അദ്ദേഹത്തിന് മുകളിലേക്ക്. പിന്നെ അത് ടെററിസമായി മാറി. ഞാൻ പറഞ്ഞ മാതിരി ഒരു ഭസ്മാസുർ എഫക്റ്റ് എന്ന് പറയും. ഭസ്മാസുറിന് വരം കൊടുത്ത ഭസ്മാസുറിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ തലയമ്മ കൈ കൊണ്ടെന്ന് വെച്ചുള്ള കണ്ടീഷനായിപ്പോയി അവസാനമായപ്പോൾ. പിന്നെ ഇന്ദിരാഗാന്ധിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഹിസ്റ്ററി റിപ്പീറ്റിംഗ് ഇറ്റ് സെൽഫ് എന്നാണ് നമ്മൾ കാണുന്നത്. പണ്ട് നടന്ന അതിൻ്റെ അതേ ഹിസ്റ്ററി പിന്നെ റിപ്പീറ്റ് ആവുകയാണ് പഞ്ചാബിൽ. പക്ഷെ അത്ര ഒരു ഇതില്ല, അത്ര ഒരു സീരിയസ്നെസ് ആ സിറ്റുവേഷനിൽ വന്നിട്ടില്ല. പക്ഷെ വരണേന് മുമ്പ് തന്നെ ഇത് ടാക്കിൾ ചെയ്യേണ്ടതാണ്. ടാക്കിൾ ചെയ്തുകൊണ്ട് മാത്രം പോരാ, ഇതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത് കാനഡയിലും UK-ലും US-ലും ഓസ്ട്രേലിയയിലും. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ ഈ ഖാലിസ്ഥാനി ടെററിസ്റ്റിനെ ഓരോരുത്തരായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് പൊക്കിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവിടെ ട്രയൽ നടത്തണം. അതിനുള്ള ഒരു എന്താ പറയുക, ഒരു തൻ്റെയിടം വേണം ശരിക്കും പറഞ്ഞു. രാഷ്ട്രീയ താല്പര്യങ്ങൾ വിവിധമാണെങ്കിലും സംസ്ഥാന സർക്കാരുകൾ ഒരിക്കലും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകരുത്. അങ്ങനെ ആയാൽ അതിനെ കൃത്യമായി നിയന്ത്രിക്കണം എന്നുള്ളതാണ് വ്യക്തമാണ്. വളരെയധികം നന്ദി സർ. നമസ്കാരം.